എനിക്ക് തീരെ വയ്യ. നിനക്കെന്ത് പറ്റിയതാ? വയറ് വേദനയാടാ. പീരീഡ്സ് ആയി. ഓ, അത്രേ ഉള്ളോ? അത്ര കൊച്ചൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. എന്നാത്താ ഇത് കണ്ടോ? ഇത് മെൽറ്റഡ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഫ്രോസൺ ആയിട്ടുള്ള സ്ട്രോബെറി ഞാനൊന്ന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ടേ. ഇതാ ഫ്രോസൺ ആയിട്ടുള്ള ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ. ഇത് കഴിച്ചോ. താങ്ക് യു ആമി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹെൽപ്പ് ചെയ്യുമെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽ എന്തായാലും ഞാനത് ട്രൈ ചെയ്യും. ആക്ച്വലി പീരീഡ്സ് ടൈമിൽ ഈ ഒരു ചോക്ലേറ്റ് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഈ ഡാർക്ക് ചോക്ലേറ്റിനകത്ത് അയൺ, സിങ്ക്, മഗ്നീഷ്യം അതുപോലത്തെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി സ്ട്രോബെറി ആണെങ്കിൽ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഫ്ലവറോയിഡ്, അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ, അതും റിച്ച് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ഈ പീരീഡ്സ് ആയിട്ടുള്ളവർക്ക് അവർക്ക് ക്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്രാമ്പ് റെഡ്യൂസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഒരു മൈൻഡ് ഒന്ന് കാം ഡൗൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ. അതുപോലെ ഈ പീരീഡ്സ് സമയത്ത് നമുക്ക് ഒരുപാട് ക്രീവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അൺഹെൽത്തി ക്രീവിങ്സിനെ അത്ര അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോകരുത്. ഒരുപാട് ഫ്രൂട്ട്സ്, ഒത്തിരി വെജിറ്റബിൾസ്, സാലഡ്സ് ഒക്കെ ആ സമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പീരീഡ്സിന് മുമ്പ് നിങ്ങൾ ഹിബിസ്കസ് ഇല്ലേ, നമ്മുടെ ചെമ്പത്തിയിൽ 3 ഇതള് തേനിൽ ചാലിച്ചിട്ട് രാവിലെ കഴിക്കുകയാണെങ്കിൽ പീരീഡ്സ് ക്രാമ്പ് കുറഞ്ഞു കിട്ടും കേട്ടോ. ഒരു 3 ദിവസം മുമ്പ് തുടങ്ങിയിട്ട് ഒരു 4 പീരീഡ്സ് ആയിട്ട് 4 ദിവസം വരെ കഴിക്കാം. മൊത്തത്തിൽ ഒരു 7 ദിവസത്തോളം ഈ ഒരു 3 ഇതള് ചെമ്പരത്തിയുടെ ഇതള് വിത്ത് ഹണി മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സ് ക്രാമ്പ് കുറഞ്ഞു കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പീരീഡ്സ് ക്രാമ്പ് ഉള്ളവർ ഈ ഒരു ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.